നിലമ്പൂരിനടുത്തുള്ള വഴിക്കടവിൽ ശനിയാഴ്ച അതായത് ജൂൺ 7-ാം തീയതി വൈകുന്നേരം നടന്ന ദാരുണമായ സംഭവത്തിൽ കാട്ടുപന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് 15 വയസ്സുകാരനായ ജിത്തു എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. ഈ അപകടത്തിൽ മറ്റു 2 ആൺകുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനിടെ നടന്ന ഈ സംഭവം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും പ്രതിരോധങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ബന്ധുക്കളോടൊപ്പം മീൻ പിടിക്കാൻ പോയപ്പോൾ കാട്ടുപന്നിയുടെ കെണിയിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ജിത്തുവാണ് മരിച്ചത്. ഷാനു, യാദു എന്നീ ആൺകുട്ടികൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതായത് LDF സ്ഥാനാർത്ഥി M സ്വരാജും ഇരകളെ കൊണ്ടുവന്ന ആശുപത്രി സന്ദർശിച്ചു. സംഭവത്തിന് സർക്കാരാണ് ഉത്തരവാദി എന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും നടത്തിയിട്ടുണ്ട്. നിലമ്പൂരിലെ സർക്കാർ താലൂക്ക് ആശുപത്രിയിലേക്കുള്ള റോഡ് അവർ ഉപരോധിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ബലമായി നീക്കി. അതേസമയം ദാരുണമായ സംഭവത്തിൽ പ്രതിഷേധിച്ച് BJPയും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. സർക്കാർ സ്പോൺസർ ചെയ്ത കൊലപാതകമാണെന്ന് ഷൗക്കത്ത് ആരോപിച്ചു. കാട്ടുപന്നികളെ പിടികൂടാൻ നിയമവിരുദ്ധമായി വൈദ്യുതി കെണികൾ സ്ഥാപിച്ചത് കേരള സംസ്ഥാന വൈദ്യുത ബോർഡിന്റെ അതായത് KSEBയുടെ മൗനാനുവാദത്തോടെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് കൈയൊഴിയാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യ ദുരന്തത്തെ UDF രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും ശ്രീ സ്വരാജ് ആരോപിച്ചു. ഒരു ദുരന്ത സമയത്ത് ആശുപത്രിയിലേക്കുള്ള റോഡ് തടയുന്നത് മനുഷ്യത്വരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. അത് കൂടുതൽ ഗുരുതരമായ ദുരന്തത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുരന്തത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ ആരോപിച്ചു. ദുരന്തത്തിന് തൊട്ടു പിന്നാലെ നിലമ്പൂരിലെ ജനങ്ങൾ ഇക്കാര്യം അറിയുന്നതിന് മുമ്പ് തന്നെ ശനിയാഴ്ച വൈകുന്നേരം മലപ്പുറത്ത് പ്രതിഷേധം നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം അപകടവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിടിയിലായവർ KSEB ലൈനിൽ നിന്നും മോഷ്ടിച്ച വൈദ്യുതി ഉപയോഗിച്ച് കെണിയൊരുക്കി കാട്ടുപന്നികളെ കൊല്ലുന്നത് പതിവായി ചെയ്തിരുന്നതായി പ്രദേശവാസികൾ പറയുന്നുണ്ട്. ദുരന്തത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്നുള്ള സംശയം ഉയരുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇതുതന്നെയാണ് ആരോപിച്ചത്. ദുരന്തത്തിൽ UDF നേതാക്കളുടെ പങ്ക് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിനെതിരെ തിരിയാനുള്ള മനഃപൂർവമായ നീക്കമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതികളുടെ കോൾ ഹിസ്റ്ററി പരിശോധിക്കണമെന്നും ഇത് UDFന്റെ രാഷ്ട്രീയ പാരത്തരമാണെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഈ വിഷയത്തിൽ വിശദീകരണവുമായി KSEB എത്തിയിട്ടുണ്ട്. KSEBയുടെ സിംഗിൾ ഫേസ് ലൈനിൽ നിന്നും തോട്ടി ഉപയോഗിച്ച് നേരിട്ട് വൈദ്യുതി മോഷ്ടിച്ചിരിക്കുകയാണെന്നാണ് അധികൃതർ അറിയിച്ചത്. വയർ ഉപയോഗിച്ചും ചിലയിടത്ത് ഇൻസുലേഷൻ ഇല്ലാത്ത കമ്പികൾ ഉപയോഗിച്ചും ലൈൻ അധികൃതമായി വലിച്ചെടുത്തിരിക്കുകയാണെന്ന് ദൃശ്യങ്ങൾ സഹിതം KSEB വിശദീകരിച്ചു. മീൻ പിടിക്കാനെത്തിയ കുട്ടികൾക്കാണ് തോട്ടിലൂടെ വലിച്ച വയറിൽ നിന്നും ഷോക്കേറ്റത്. അങ്ങനെയാണ് അപകടം സംഭവിച്ചത്. എന്നാൽ ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ KSEB നിരന്തരം ബോധവൽക്കരണം നടത്താറുമുണ്ട്. കാർഷിക വിള സംരക്ഷണത്തിനായി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ അപേക്ഷ നൽകി അനുമതിയോടുള്ള വൈദ്യുത വേലി മാത്രമേ സ്ഥാപിക്കാനാവൂ എന്നും വിശദീകരണമുണ്ട്. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സ്റ്റാൻഡേർഡ് IS 302-276 സെക്ഷൻ 76 പാർട്ട് 2 പ്രകാരം ഇമ്പൾസ് ജനറേറ്റർ ഉള്ള ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് ഫാൻസ് മാത്രമേ ഉപയോഗിക്കാനാവൂ എന്ന് നിർദ്ദേശത്തിലുണ്ട്. നിലവിൽ വൈദ്യുത വേലികൾക്ക് വേണ്ടി അനധികൃതമായി വൈദ്യുതി ഉപയോഗിക്കുന്നത് 2003 ഇലക്ട്രിസിറ്റി നിയമ ഭാഗം 14 വകുപ്പ് പ്രകാരം നിയമവിരുദ്ധവും 3 വർഷം വരെ തടവ്, പിഴയും അല്ലെങ്കിൽ രണ്ടും കൂട്ടിയെ ചുമത്തുക എന്നാണ് കുറ്റം. സ്വകാര്യ വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ കാട്ടിയ നിയമലംഘനത്തിന് KSEBയെ പഴി പറയുന്നത് വസ്തുതാ വിരുദ്ധവും അപലപനീയവുമാണെന്നും അധികൃതർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനായ വെള്ളക്കെട്ട് സ്വദേശി വിനീഷിനെ ഇന്ന് രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലാ ക്രൈംബ്രാഞ്ച് DYSPക്കാണ് അന്വേഷണ ചുമതലയുള്ളത്. പിടിയിലായ വിനീഷ് അധികൃതരുമായി വൈദ്യുതി എടുത്തത് പന്നിയെ വേട്ടയാടാനാണെന്നും ഇയാൾ ഇതിനു മുമ്പും പന്നിയെ വേട്ടയാടി ഇറച്ചി വിൽക്കാറുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് വഴിക്കടവിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി പന്നിക്കെണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചത്. ഒപ്പം ഉണ്ടായിരുന്ന 2 കുട്ടികൾക്കും ഷോക്കേറ്റിട്ടുണ്ട്. ഷാനു,
യദു എന്നിവർക്കാണ് ഷോക്കേറ്റത്. ഷോക്കേറ്റ് കുട്ടികളിൽ ഒരാൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും മറ്റൊരാൾ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഈ സംഭവം വളരെ ദാരുണവും വേദനാജനകവുമാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കുട്ടികൾക്ക് ഷോക്കേറ്റ സംഭവത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന സത്യം താമസിയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ പ്രതി ബിനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ മുതലെടുപ്പ് കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറാകുന്നുവെന്നും ഏറെ ഞെട്ടിക്കുന്ന കാര്യമാണ്. ഈ സമയത്ത് കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പമാണ് ഞാൻ നിൽക്കേണ്ടത്. ഇതിന്റെ പേരിൽ സമരാഭാസം നടത്തുന്നവരെ ജനം തിരിച്ചടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.